ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു പരിപ്പ് കറിയാണ്. അതിനാവശ്യമായ സാധനം 1.5 കപ്പ് പരിപ്പ്. ഇത് 10 മിനിറ്റ് മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇടാം. കുക്കറിലിട്ടതിന് ശേഷം ഒരു ശകലം ഉപ്പും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കപ്പ് തക്കാളി, ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി അല്ലി, ഇത് രണ്ടും കൂടി ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് വേവുന്ന സമയം കൊണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് 3 വിഷിൽ വന്ന് നല്ലതുപോലെ വെന്ത് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഈ ചേരുവകൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇത് 3 കൂടി ചതച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി, പച്ചമുളക് 2ആയി കീറിയെടുത്ത്, കുറച്ച് മല്ലിയില കൂടി ചേർത്ത്, ഒരു വലിയ തക്കാളി, ഒരു ചെറിയ ഉള്ളി. ഇനിയും പാൻ അടപ്പയിൽ വെക്കാം. പാൻ അടപ്പയിൽ വെച്ചു. ഇനിയും ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. 1 സ്പൂൺ എണ്ണ മതി. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കടുക് ചേർക്കാം. ഇനി ഇതിലോട്ട് ഈ മല്ലിയില ചേർക്കാം. മല്ലിയില ഒന്ന് വാടിയതിന് ശേഷം ഈ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അതിനോട് കൂടെ ഈ പച്ചമുളകും ഇട്ട് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി അതിനുശേഷം ഈ വെളുത്തുള്ളി, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ചേർക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. അത് നല്ലതുപോലെ ഇളക്കാം. ഇത് നല്ലതുപോലെ തക്കാളിയെല്ലാം ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും, ഇത് രണ്ടും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം. മുളക് പൊടി എരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടിയുടെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന ദാല് ചേർക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി ചേർക്കാം. ഇതിനോട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം. ആ വെള്ളം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ആ ദാല് വെച്ച ആ കുക്കറിലോട്ട് തന്നെ
നമുക്ക് ശകലം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിൽ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് ചൂടുവെള്ളം ഒഴിക്കാം. ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ശകലം കായപ്പൊടി ചേർക്കാം. ഈ കായപ്പൊടി അവസാനം ചേർത്താൽ നല്ല മണം ഉണ്ട്. ഈ കായപ്പൊടിയിൽ നല്ലതുപോലെ ഇളക്കി ചേർത്തു. കാണാൻ നല്ല രസമുണ്ട്. ഇത് കഴിക്കുമ്പോഴും അതുപോലെ നല്ല രുചിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പൈസി പരിപ്പ് കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്ന ഒരു സ്പൈസി പരിപ്പ് കറിയാണ്. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു നല്ലൊരു ഫേമസ് പരിപ്പ് കറി. ഇതിങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം. ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.